ഈ ശബരിമലയിലെ ചിലർക്ക് ഒരു പ്രത്യേക പരിഗണന നൽകുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴത്തെ അവസാനമായി നടൻ ദിലീപിന് VIP പരിഗണനയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു VIP സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അദ്ദേഹത്തിന് അയ്യപ്പസ്വാമിയെ കൊണ്ടുപോയി കാണിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടു. ഒപ്പം തന്നെ സുനിൽ സ്വാമി കുറച്ച് ദിവസങ്ങളായ എയറിലാണ്. സ്വാമിക്ക് അവിടെ പ്രത്യേക പരിഗണന നൽകുന്നു. എല്ലാ ദിവസവും നട തുറക്കുമ്പോൾ മുന്നിൽ നിന്ന് ദർശനം നടത്താനുള്ള അവസരം ഒരുക്കുന്നു. എന്താണ് ഇവർക്കൊക്കെ ഉള്ള പ്രത്യേകത? ശബരിമലയിൽ എന്നല്ല, നിലവിൽ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള VIP പരിഗണനകൾ പലർക്കും അനാവശ്യമായി അനുവദിക്കുന്നുണ്ട്. ഭഗവാന്റെ മുന്നിൽ ഇവരെല്ലാവരും ഒന്നാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശബരിമലയിൽ എന്താണ്, നമ്മുടെ സുഖങ്ങളും മാറ്റിവെച്ച് കറുപ്പണിഞ്ഞ് ഈ 41 ദിവസം നഗ്നപാതരായി വ്രതം എടുത്തിട്ടൊക്കെയാണ് ശബരിമല കയറി അവിടെ ചെല്ലുന്നത്. അവിടെ ഭഗവാന്റെ മുന്നിൽ എന്ത് പരിഗണനയാണ് ഇവർക്കൊക്കെ വേണ്ടുന്നത്? ഇപ്പോൾ കോടതി ഇതിനകത്ത് കൃത്യമായി ഇടപെട്ടിരിക്കുന്നു. ദിലീപിന് എങ്ങനെ VIP പരിഗണന ലഭിച്ചു എന്നാണ് കോടതി ചോദിക്കുന്നത്. കോടതി അവിടുത്തെ അപ്പർ തിരുമുറ്റത്തെയും ശ്രീകോവിലിന്റെ മുന്നിലെയും ഒക്കെ CCTV ഫുട്ടേജുകൾ സമർപ്പിക്കാൻ പറഞ്ഞേക്കാണ്. സുനിൽ സ്വാമി വർഷങ്ങളായി 10 വർഷത്തോളമായി അവിടെ താമസിക്കുക. ഈ മണ്ഡലകാലത്ത് 41 ദിവസം താമസിക്കുക. അവിടെ ഈ കെട്ടിടം പണിഞ്ഞു കൊടുക്കാനുള്ളൊരു സമയം, ആ കെട്ടിടം പണിഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരു വർഷത്തിൽ 4 ദിവസം ഫ്രീ ആയിട്ടും, അവർ പണിഞ്ഞ കെട്ടിടത്തിൽ 4 ദിവസം ഫ്രീ ആയിട്ടും 10 ദിവസം പൈസ കൊടുത്തും താമസിക്കാം. ആ ഒരു സാധനം വെച്ചിട്ടാണ് ഈ 10-40. മാത്രമല്ല, അവിടുത്തെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇയാളാണ്. അവിടുത്തെ പടിപൂജ അടക്കം പല കാര്യങ്ങളുടെയും നിയന്ത്രണം ഇയാളുടെ കയ്യിലാണ്. അപ്പോൾ ഇത്തരത്തിൽ പണ്ട് നമ്മൾ കണ്ടതാണ്, ശബരിമലയിൽ സ്ത്രീകൾ കയറിയതിനെ തുടർന്ന് പ്രതിഷേധം ഉണ്ടായപ്പോൾ പോലീസിന്റെ മൈക്രോഫോൺ വെച്ച് മത്സ്യം തെല്ലങ്കരി അവിടുത്തെ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് പിന്നെ ഒരു നല്ല ഉദ്ദേശത്തോടെയാണെന്ന് വിചാരിക്കാം. RSS നേതാവാണ് എന്നൊരു പ്രശ്നം മാത്രമേ അവിടെയുള്ളൂ. അവിടെയാണ് ഈ സുനിൽ സ്വാമിയെ പോലുള്ളവന്മാർ അവിടെ ചെന്നിട്ട് ഈ പണി കാണിക്കുന്നത്. നിങ്ങൾ ഭഗവാനെ തൊഴണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മറ്റൊരാൾക്ക് കിട്ടാത്ത എന്ത് പ്രിവിലേജാണ് ഇവർക്കുള്ളത്? ഈ ദിലീപിനായാലും ഏതൊരു സിനിമാ നടനായാലും ഏതൊരു രാഷ്ട്രീയക്കാരനായാലും ഏതൊരു ബിസിനസ്സുകാരനായാലും ആർക്കാണുള്ളത്? ഇവിടെ മാത്രമല്ല, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഞാൻ പറയട്ടെ, അവിടെ രാവിലെയൊക്കെ തൊഴാൻ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ഒരു പുതുപ്പണക്കാരൻ പിന്നെ മുതലാളിയുണ്ട്. അയാൾ ഒരുപാട് സിനിമകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അയാൾ കൊട്ടാരക്കരയിൽ സജീവമായി നിൽക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അയാളുടെ പണമുണ്ട്. ഇയാളവിടെ വരുമ്പോഴത്തേക്ക് അവിടെ കാറ് തുറന്നു കൊടുക്കാൻ ജീവനക്കാർ, ഇയാളെ അനുഗമിക്കാൻ ജീവനക്കാർ, പോകുമ്പോൾ എല്ലാവർക്കും 100, 200 നോട്ടോ 500 നോട്ട് കൊടുത്തിട്ട് പോകും. ഇത് മാത്രമല്ല, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു എന്ന് പറഞ്ഞിട്ട്, എടാ ആർക്കും അറിയില്ല ഇയാൾ യൂണിഫോമിലല്ല വരുന്നത്, ഇയാളെ ആരാക്രമിക്കാനാണ് അവിടെ. കഴിഞ്ഞ ദിവസം ഇന്നാളുണ്ടായപ്പോൾ ഞാൻ കുടുംബത്തോടെ രാവിലെ ഭഗവാനെ തൊഴാൻ വേണ്ടി അവിടെ പോയതാണ്. കാർ പാർക്കിങ്ങിൽ വണ്ടി ഇടാൻ സമ്മതിക്കുന്നില്ല, ഭയങ്കര നിയന്ത്രണം, ഫുൾ പോലീസുകാർ. സോ ഞാൻ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഏതോ ഒരു റാങ്ക് ഞാൻ പറയുന്നില്ല, റാങ്ക് പറഞ്ഞ ആളെ മനസ്സിലാവുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഈ ഉദ്യോഗസ്ഥൻ വരുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. ഇയാളെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ മുണ്ടും നേരിയതും ഒക്കെ ഇട്ട് വരുന്നു. അയാളുടെ കൊച്ച്, ഭാര്യ, 2 പിള്ളേർ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇവർക്കൊക്കെ VIP പ്രൊട്ടക്ഷനാ. അവിടെ ഞങ്ങളാരാ? നമ്മളാരാ? ഈ തൊഴാൻ ചെല്ലി നിൽക്കുന്ന ബാക്കിയുള്ള ഭക്തരാരാ? ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന് നിൽക്കുന്നവരാരാ? ഇവനൊക്കെ ഈ പ്രിവിലേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ കാണാനല്ലേ വരുന്നത്? നീ പൊതുസേവനത്തിന് വരുന്നതല്ലോ. നരേന്ദ്രമോദിക്ക് പോലും പ്രിവിലേജ് കൊടുക്കുന്നതാണ് ഞാൻ പറയുന്നത് ഭഗവാൻ സന്നിധികളിൽ. അതിപ്പോ നമുക്ക് സുരക്ഷയുടെ ഭാഗമായിട്ട് അത് ചെയ്യാം. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി ഇവരൊക്കെ ആർക്കറിയാം? ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആർക്കറിയാം? ഇപ്പൊ ഈ പോലീസുകാരുടെ കാര്യം എനിക്കറിയില്ല, കാരണം മേ ബി അതിന് പ്രോട്ടോകോളുകൾ ഉണ്ടായിരിക്കും. എന്ത് ഭഗവാന്റെ മുന്നിൽ ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവന്റെ കൂടെ ഒരു 10 പേര് വരിക. അതാ അവിടുത്തെ ജീവനൊക്കെ യുവമാർ വന്ന് അവിടെ ചെന്ന് ബാക്കി തൊഴുന്നവൻ്റെ അടുത്ത് പൃഷ്ഠം തിരിച്ചു വെച്ച് നിൽക്കുക. അവന്റെ പൃഷ്ഠം നോക്കി വേണം ഭഗവാനെ തൊഴാൻ. ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ദിലീപ് ആരാ? ദിലീപ് ഒരു സിനിമ നടൻ. എടാ, അവന് വേണമെങ്കിൽ അവൻ വന്ന് മല കയറി അല്ലെങ്കിൽ ഡോളിയിൽ പോട്ടെ. ഡോളി പോകുമ്പോൾ എന്തായാലും ആരും തൊഴാനും പിടിക്കാനും ചെല്ലത്തില്ലല്ലോ. ശബരിമല ചെല്ലുന്നവൻ സ്വാമിയെ കാണാനാ ചെല്ലുന്നത്. സീരിയസ്ലി അവിടെ ഏത് കൊലകൊമ്പൻ വന്നാലും നമ്മളൊന്ന് നോക്കുമായിരിക്കും. നമ്മൾ എത്രയോ പോകുമ്പോൾ ചില കുഞ്ഞു സിനിമാക്കാരെയൊക്കെ കാണാറുണ്ടല്ലോ, തൊഴാനൊക്കെ ചെല്ലുന്ന സമയത്ത്. ഒന്ന് നോക്കും, ഇന്നാള് ശരി. അല്ലാതെ നമ്മുടെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം ശബരിമലയാണ്, ഒരേ ഒരു ലക്ഷ്യം പുണ്യദർശനമാണ്. അതിനുവേണ്ടി പോകുന്നവരാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഈ പരിപാടികൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ ആ ഭാഷ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് ശബരിമലയിൽ മാത്രമേ. ഇപ്പോൾ ഗുരുവായൂരിലല്ലേ, അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് ഉള്ളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള VIP മാത്രമല്ല, ഇതിന് വേറൊരു സംവിധാനം ഉണ്ട്. അവിടെ ടിക്കറ്റ് ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത പോലോ, അല്ലെങ്കിൽ ഗുരുവായൂർ പോകുമ്പോൾ ഹോൾഡ് ഉണ്ടെങ്കിൽ അവിടെ ആളുകൾ കൊണ്ടുവന്ന് അകത്ത് തൊഴുവിക്കും. ഞാനൊരിക്കൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടുകാരുമായിട്ട് ആദ്യമായിട്ട് അവിടെ പോവാം. അപ്പം അച്ഛൻ, ഭാര്യ പിതാവ് ഇന്ത്യൻ റെയിൽവേയിൽ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒട്ടുമിക്ക ഈ ദേവസ്വത്തിൻ്റെ ആളുകളൊക്കെ ആയിട്ടൊക്കെ അറിയാം. അദ്ദേഹം ആരെയും വിളിച്ചു പറഞ്ഞിട്ട് ഒരാൾ വരും, നമ്മുടെ കൂടെ വരുന്നത് തൊഴിക്കുന്നു, മേൽശാന്തി എടുത്ത് കൊണ്ടുപോയിക്കുന്നു. പിന്നീട് ഞാൻ പോയപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ പുറത്തുനിന്ന് തൊഴുതാലും എനിക്ക് വേണ്ട പ്രിവിലേജ്. അതിനുശേഷം ഞാൻ നാട്ടിലുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് പോയി. അപ്പോൾ എനിക്കിവിടെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ
ഈ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊന്നും പുറത്തു നിന്നാ തൊഴുത്. ഇവർ കയറി തൊഴുത് തിരിച്ചു വന്നിട്ട് ഞാൻ കേൾക്കുന്നത് എൻ്റെ കൂടെ വന്നൊരു വലിയ വിശ്വാസക്കാരനാണ്. അയാൾ വിളിച്ചെടുത്തേക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ പോകാനാണെങ്കിൽ അപ്പോൾ പൈസ ഒരു വിഷയമുള്ള ആളൊന്നുമല്ല. പക്ഷെ അയാളും പറയുന്നത് കൺസെപ്റ്റ് ഇതാ, എടാ പൈസ അവന് കൈക്കൂലി കൊടുത്തിട്ട് വേണം നമുക്ക് ഭഗവാനെ തൊഴാൻ. ഈ ചോറ്റാനിക്കര അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഇന്നേ വരെ ചോറ്റാനിക്കര അമ്പലത്തിലെ മേൽക്കാവിനുള്ളിൽ കയറി എനിക്ക് തൊഴാൻ പറ്റിയിട്ടില്ല. അതെനിക്ക് നിയോഗം കിട്ടാഞ്ഞിട്ടായിരുന്നു ഞാൻ വിശ്വസിക്കും. ഞാൻ പുറത്തു നിന്നാണ് തൊഴാറ്. അപ്പോൾ എല്ലാ മണ്ഡലകാല സമയത്തും ഒരു ദിവസം അവിടെ അന്നദാനം നമ്മുടെ വകയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും അവിടെ അതിനുള്ള സൗകര്യം അവർ ഒരുക്കി തരും, അന്ന് അന്നദാനം ചെയ്യുന്നവർക്ക്. അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പരിചയക്കാരുണ്ട്. നമ്മൾ ഇന്നവരെ ആ ഹോൾഡ് ഉപയോഗിക്കാൻ പോയിട്ടില്ല. ദേവതാ സങ്കല്പങ്ങളില്ല. എനിക്ക് ആ എനർജിയാണ് വേണ്ടത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ. ഞാൻ പുറത്ത് തിരക്കാണെങ്കിൽ പുറത്ത് നിന്ന് തൊഴുതിട്ട് പോവുക, അതല്ല തിരക്കില്ലെങ്കിൽ കയറി തൊഴുതിട്ട് പോവുക. ഇതേ ഉള്ളൂ. ഭഗവാന് വേണ്ടി കാത്തിരിക്കാൻ മനസ്സിലാഞ്ഞിട്ടല്ല. നമ്മൾ സ്ഥിരമായി പോകുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ നമ്മളെ കൊണ്ട്. ഞാൻ നാട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന ഒരാളാണ്. ഞാൻ ഉള്ളിൽ കയറി തൊഴാറില്ല, ഞാൻ പുറത്തുനിന്ന് തൊഴും. ശിവഭഗവാനെ തൊഴും, അപ്പുറത്ത് പോയി ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴും. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കും. തിരുമേനിക്ക് ഉള്ളിൽ പോയിട്ട് പ്രസാദം എടുത്തോണ്ട് തരും. അത് പ്രിവിലേജോ കാശിൻ്റെ ഇതൊന്നുമല്ല. എനിക്ക് പ്രസാദം വേണം എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കാൻ, എൻ്റെ വണ്ടിയിൽ കൊണ്ടുവെക്കാൻ. ആ പ്രസാദം വേണം. അതിന് ഞാൻ അദ്ദേഹത്തിന് അത് കൊടുക്കുന്നൊരു ദക്ഷിണയാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയാണ് ഈ ശബരിമലയിൽ ഈ പറയപ്പെടുന്ന നോക്കൂ. ശബരിമലയിൽ ഇപ്രാവശ്യം എന്താ തീരുമാനിച്ചേക്കുന്നത്? മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ശബരിമല ചെന്ന് നോക്കണം. ഈ പമ്പ സ്നാനത്തിന് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഗണപതി ശ്രീകോവിലിൻ്റെ ചുറ്റും കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമൊന്നുമല്ല. നമ്മളിവിടുന്ന് പോകുമ്പോൾ പമ്പയിൽ പറയും KCB-യിൽ ജോലിയുള്ളവർ വിചാരിച്ചാൽ പമ്പ പാർക്കിംഗ് കിട്ടും. KCB-യിലും ജോലിയുള്ളവർ വിചാരിച്ചാൽ പമ്പയിൽ പാർക്കിംഗ് കിട്ടും. വാട്ടർ അതോറിറ്റി ജോലിയുള്ളവർ വിചാരിച്ചാൽ പമ്പയിൽ പാർക്കിംഗ് കിട്ടും. പോലീസ് ജോലിയുള്ളവർ വിചാരിച്ചാൽ പമ്പയിൽ പാർക്കിംഗ് കിട്ടും. സാധാരണക്കാരനില്ല. സാധാരണക്കാരൻ നിലയ്ക്കലിട്ടിട്ട് ബസ് കയറിയിട്ട് ബസ്സുകാരനധികം പൈസയും കൊടുത്ത് പോക്കണം. ശബരിമല സന്നിധാനത്ത് ചെല്ലുന്ന നോക്കൂ, ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് കയറി തൊഴാൻ വേണ്ടി പോലീസുകാരൊക്കെ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നവരൊക്കെ സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പരിചയത്തിലുള്ള ഒരുപാട് പോലീസുകാരോട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ സാറേ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരും. ഇതല്ല ചെയ്യുന്നത്. ഇത് ബാക്കിയുള്ളവരെല്ലാം തട്ടി മാറ്റി ഇവർ തൊഴുതു പോവല്ല. ഈ ദിലീപ് അവിടെ ചെന്നിട്ട് ഹരിവരാസുരം പാടി നടയടയ്ക്കുന്നവർ അവിടെ നിന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആരാടാ ദിലീപ്? മറ്റുള്ളവരുടെ അവസരങ്ങളെയാണ് അവര് മറ്റുള്ളവരുടെ അവസരങ്ങൾ അതൊരുമാതിരി ബാക്കിയുള്ളവരെ മണ്ടരാക്കുന്ന പരിപാടി. അവിടെ വെച്ച് ഈഗോ ഒന്നും ഹേർട്ട് ചെയ്യില്ല. ആ സന്നിധാനത്ത് വെച്ച് അവിടെ ബാക്കിയുള്ളവരെ മണ്ടരാക്കുന്ന പരിപാടിയാ. തിരിഞ്ഞു നീ ആരാണ് കൂടെ പണ്ട് കാവ്യമാധവൻ വോട്ട് ചെയ്യാൻ പോയത് അറിയാമോ? ആ വീഡിയോ പോയ വീഡിയോ. ഇവിടെ ഒരു സ്ഥാനാർത്ഥി ചെല്ലുമ്പോൾ വോട്ട് ചെയ്തിട്ട് അവൻ അടുത്ത പണിക്ക് പോകുന്നത് മനസ്സിലാക്കാം. ഇവരൊക്കെ ആരാന്നാ ഇവരുടെയൊക്കെ വിചാരം? ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. എടാ നീ ഒന്നും പോവാതിരിക്കട്ടെ, വീട്ടിൽ നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ മാസം തൊഴിലിന് പോകും. അത് അവൻ്റെ ഇഷ്ടമാണ്. നിന്റെ ഇഷ്ടത്തിനാണ് നീ പോകുന്നതെങ്കിൽ അവിടുത്തെ ആചാരങ്ങളനുസരിച്ച് തൊഴാൻ നീ തയ്യാറാവണം. അല്ലാതെ ഈ പ്രിവിലേജ് ഉണ്ടാക്കാൻ അല്ല വേണ്ടത്. നോക്കൂ, എത്രയോ പേരുണ്ട് കൃത്യമായി തൊഴുത് കയറി അവിടെ ചെന്നിട്ട് തൊഴുതിട്ട് ഇപ്പോൾ തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. എത്രയോ പേരുണ്ട്. അങ്ങനെ നിനക്ക് തൊഴുതാലെന്താ? ഭഗവാന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാ. നിനക്ക് ഭഗവാൻ കൂടുതൽ കരുണ തന്നു, നിന്റെ കഴിവിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു, നിന്റെ ജാതകഗുണം കൊണ്ട് നീ വലിയ ആളായി. അത് വല്ല മറ്റുള്ളവൻ്റെ അവസരങ്ങൾ കളയാനും മറ്റുള്ളവനെ ഇങ്ങനെ ഇത്തരത്തിൽ ആക്ഷേപിക്കാനും വേണ്ടിയുള്ള വേദികളാക്കി മാറ്റരുത് ദയവ് ചെയ്താരും. ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സുനിൽസ്വാമിയൊക്കെ ഇറക്കി വിടണമെന്നേ അവിടെ. എന്തിനാ ഇവനെയൊക്കെ പിടിച്ചു? നീ ഭക്തനായിക്കോട്ടെ. എത്രയോ ക്ഷേത്രത്തിൽ പോകത്ത് എത്രയോ ഭക്തന്മാരെ നമുക്കറിയാം. തീർച്ചയായിട്ടും മനസ്സിലാണ് ദൈവം എന്ന് വിചാരിക്കുന്ന എത്രയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം. ഇതൊക്കെ അവിടെ ഭക്തിയാ, കാണിക്കാനാ, വെറുതെ ഷോ. അല്ലാതെ എന്താ ഇതിനകത്ത് പറയാനുള്ളതൊന്നും പറയാനില്ല.